പോയി സംഘടനാ പ്രവർത്തനം നടത്തിയവരുടെ കൂട്ടത്തിൽ ശ്രീ വെഞ്ചാവൂർ ഉദയൻ ഒരു ഭാഗമാണ്. മംഗലാപുരത്തൊക്കെ ഞങ്ങൾ കമ്മിറ്റി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം ബസ് കഴക്കൂട്ടത്ത് വന്നാൽ പിന്നെ ശ്രീകാര്യത്തോട്ടൊക്കെ രാത്രി സിറ്റി സർവീസൊന്നുമില്ല. അവിടെ വന്നിട്ട് ആരെങ്കിലും ബൈക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വീട്ടിലെത്തുമ്പോൾ തന്നെ കുറഞ്ഞത് ഒരു 12 മണിയെങ്കിലും ആകും. അത്തരം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നടത്തി നിരവധി ഭാഗങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ സംഘടനാ പ്രവർത്തനത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ കാലഘട്ടമൊന്നും ഒരു കാരണവശാലും മറന്നുകൊണ്ടു പോകാൻ സാധ്യമല്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോൾ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന സമയത്ത് പോലും ഈ പൊതുയോഗ പരിപാടികളിൽ അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സംഘടനാപരമായി ആ പ്രസംഗവേദിയിലേക്ക് പെട്ടെന്നാണ് അദ്ദേഹം കടന്നു വന്നത്. വളരെ നല്ല രീതിയിൽ സംസാരിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി. സംഘടന ഏൽപ്പിക്കുന്ന ഒരു കാര്യം എത്ര ദുഷ്കരമാണെങ്കിൽ പോലും അത് നടത്തിയെടുക്കുന്നതിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് ചെന്ന് സമീപിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് പലപ്പോഴും പറയാറുണ്ട്, അവർ ചെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും സംഘടന ഏൽപ്പിച്ച കാര്യത്തെ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രീ വെഞ്ചാവൂർ ഉദയൻ്റെ ആ ഉത്തരവാദിത്വം ഒരിക്കലും സംഘടനയ്ക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്ന ഒരു സന്ദർഭത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആ പാതയിൽ BJP സംബന്ധിച്ചിടത്തോളം ഒരു അധികാരവുമില്ലാതെ പോലും വെറും സംഘടനയോടുള്ള കൂറും ആത്മാർത്ഥതയും കൊണ്ട് ഇറങ്ങി നടക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ശ്രീ വെഞ്ചാവൂർ ഉദയൻ എന്ന് പറയാൻ പഠിച്ചുകൊണ്ട് ആ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. സംഘത്തിൻ്റെ റൂട്ട് മാർച്ച് നടക്കുന്ന സമയത്ത് ഗണവേഷം ഇട്ടുകൊണ്ട് പഥസഞ്ചലനത്തിൽ പങ്കെടുക്കാത്ത ഒരു പരിപാടി പോലും ഇന്നേ വരെ ഉദയനിൽ കാണാതിരിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ വിജയദശമി റൂട്ട് മാർച്ചുകളിലും മുൻനിരയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും വകവയ്ക്കാതെ ആ പ്രവർത്തനങ്ങളിൽ സജീവമായി ഒരു സ്വയംസേവകൻ്റെ മുഴുവനായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുവാനും ശ്രീ വെഞ്ചാവൂർ ഉദയന് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ പ്രസ്ഥാനത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങൾ